ഹായ് കൂട്ടുകാരെ, അപ്പം നോക്കിയേ, ഉറപ്പായിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഐറ്റം അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ചൊരു കസ്റ്റേർഡ് പൗഡർ, ഒരു ഏകദേശം ചെറിയ സ്പൂണിന് ഒരു ഒന്നര സ്പൂൺ കസ്റ്റേർഡ് പൗഡർ കുറച്ചൊരു പാലിനകത്ത് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാവേ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബാക്കി വന്ന പാൽ, ഏകദേശം ഒരു ഗ്ലാസ്സോളം പാൽ ഞാൻ എടുക്കുന്നുണ്ട്. ആ പാൽ നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് നമുക്കതൊന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഗ്യാസിൽ ഒരു പാനിൽ പാൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാൽ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കൊരു 2-3 ഏലക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ 2-3 ഏലക്കായും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇപ്പം മിൽക്ക് മെയ്ഡ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം പഞ്ചസാര ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാനിവിടെ മിൽക്ക് മെയ്ഡൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം കേട്ടോ. അപ്പം ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരുന്ന അതുണ്ടല്ലോ പൗഡർ, കസ്റ്റേർഡിൻ്റെ, അതും കൂടി ഇതിനകത്തേക്ക് ഇപ്പം ആഡ് ചെയ്യണം ആ പാലിനകത്തോട്ട്. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒന്ന് കുറുകി വരും. എന്നിട്ട് അതെടുത്ത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് തടവിയിട്ട് 2-3 ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ നെയ്ക്കകത്താണ് ഞാൻ ഈ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്ര ഉള്ളത് നമ്മുടെ സംഭവം റെഡി ആയി. ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ആ പാത്രത്തിലേക്ക് നമ്മൾ ആ കസ്റ്റേർഡിൻ്റെ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടില്ലായിരുന്നു പാലിനകത്ത്, അത് ആദ്യം നമുക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ഈ നെയ്യിൽ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ ബ്രെഡും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ട് മുറിച്ചായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ബ്രെഡും കൂടെ ഇട്ട് കൊടുക്കാം. ബ്രെഡ് പെട്ടെന്ന് ആ മിക്സിനകത്തോട്ട് അങ്ങ് കുതിർന്ന് ചേരും കേട്ടോ. ബ്രെഡെല്ലാം ഞാനിപ്പം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് വന്നിരിക്കുന്ന ആ പാലിൻ്റെ മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നോക്കിയേ, ശരിക്കും നമ്മുടെ സംഭവം റെഡി ആയി കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചൊരു ബദാമയും കൂടി ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ് എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഇട്ടിട്ട് ഉപയോഗിക്കാതെ. എന്തായാലും സംഭവം അടിപൊളിയാണ്. ഒരിക്കൽ ഉണ്ടാക്കിയാൽ ഉറപ്പായി നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. ബൈ.